Hi dear students, welcome back. ഇപ്പോൾ ഈ ഒരു ലെക്ചറിൽ CE409 ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷനിലെ സെക്കൻഡ് മോഡ്യൂളിൽ നിന്നുള്ള സെക്കൻഡ് ലെക്ചറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അനാലിസിസ് ഓഫ് റേറ്റ് ഓഫ് ക്യാരേജ് ഓഫ് മെറ്റീരിയലിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസാണ് കഴിഞ്ഞ ലെക്ചറിൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അനാലിസിസ് ഓഫ് റേറ്റ് ഓഫ് ക്യാരേജ് ഓഫ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ ക്യാരേജ് ഓഫ് 1200 numbers of brick to be brought from a source 12 km away from the site. The vehicle access to the construction site is 60 meter away. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 1500 ബ്രിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ ബ്രിക്ക് ഉണ്ടാക്കുന്ന ഫാക്ടറി, അതാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സ് മുതൽ സൈറ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 12 കിലോമീറ്റർ ആണ്. ഇനി ഇതിൽ തന്നെ ഒരു പ്രത്യേകത, ദ വെഹിക്കിൾ ആക്സസ് ടു ദ കൺസ്ട്രക്ഷൻ സൈറ്റ് ഈസ് 60 മീറ്റർ വേ. അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റ് വരെ നമുക്ക് വെഹിക്കിൾ ആക്സസ് ഇല്ല. കൺസ്ട്രക്ഷൻ സൈറ്റ് എത്തുന്നതിന് ഒരു 60 മീറ്റർ മുമ്പ് വരെ നമുക്ക് വെഹിക്കിളിൻ്റെ ആക്സസ് ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കൊക്കെ അവിടം വരെ വരും. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽസൊക്കെ നമ്മൾ ലേബേഴ്സ് വഴി മാനുവലായിട്ട് അപ്പുറത്തേക്ക് എത്തിക്കേണ്ടി വരും. CPWD data are as follow. For mechanical transportation of 1000 numbers of bricks at 1 kilometer at 209.8 rupees, 2 kilometer transport ചെയ്യാനായിട്ട് 237.86 rupees, 5 kilometer transport ചെയ്യാനുള്ള റേറ്റ് 318.22 rupees, beyond 5 kilometer up to 10 kilometer 23.15 rupees per kilometer, beyond 10 kilometer and up to 20 kilometer the rate is 19 rupees per kilometer. ഇവിടെ പറയുന്നത് CPWD സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റേറ്റാണ് തന്നേക്കുന്നത്. എന്തിന്? മെക്കാനിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ട്രക്ക് വഴിയോ ലോറി വഴിയോ നമ്മൾ ഈ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളതിൻ്റെ റേറ്റാണ് തന്നേക്കുന്നത് 1000 ബ്രിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള റേറ്റുകളാണ് തന്നേക്കുന്നത്. ശ്രദ്ധിക്കുക, 1000 ബ്രിക്കിൻ്റെ റേറ്റാണ് തന്നേക്കുന്നത്. അപ്പോൾ 1000 നമ്പർ ഓഫ് ബ്രിക്ക് 1 കിലോമീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് 209 റുപ്പീസ്, 2 കിലോമീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ 237, 5 കിലോമീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ 318. ഇനി 5ൽ കൂടുതലാണെങ്കിൽ 5 കിലോമീറ്റർ ടു 10 കിലോമീറ്റർ റേഞ്ചിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ കിലോമീറ്ററിനും 23.15 റുപ്പീസാണ്. 23.15 റുപ്പീസ് പെർ കിലോമീറ്ററാണ്. ഇനി അടുത്തത്, നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് 10 കിലോമീറ്ററിനും 20 കിലോമീറ്ററിനും ഇടയ്ക്കാണെങ്കിൽ 10 to 20 കിലോമീറ്റർ റേഞ്ചിലാണെങ്കിൽ ഓരോ കിലോമീറ്ററിനും 19 റുപ്പീസാണ് ചാർജ് വരുന്നത്. ഓക്കെ. ഇനി അടുത്തത്, ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബ്രിക്സ് ഓഫ് 1000 നമ്പേഴ്സ് ബൈ മാനുവൽ ലേബർ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൈറ്റ് വരെ നമ്മുടെ വണ്ടി വരത്തില്ല. സൈറ്റിൽ നിന്ന് ഒരു 60 മീറ്റർ മുമ്പ് വരെ വണ്ടി വരും. അപ്പം ബാക്കിയുള്ള ഈ 60 മീറ്റർ നമ്മൾ മാനുവൽ ലേബേഴ്സ് വെച്ചിട്ട് ആൾക്കാരെ കൊണ്ട് ചുമപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ റേറ്റാണ് വരുന്നത്. അപ്പോൾ 1000 ബ്രിക്ക് മാനുവൽ ലേബർ ചാർജ് വരുന്നത് ആദ്യത്തെ 50 മീറ്ററിന് 216.4 റുപ്പീസ്. ആദ്യത്തെ ഫസ്റ്റ് 50 മീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് 216.4 റുപ്പീസാണ്. ആൻഡ് 47.12 റുപ്പീസ് ഫോർ എവരി അഡീഷണൽ 50 മീറ്റർ ഓർ പാർട്ട് ഓഫ് ഇറ്റ്. ഇതാണ് ഓവറോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത് 1200 നമ്പേഴ്സാണ്. ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് 12 കിലോമീറ്റേഴ്സാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ മെക്കാനിക്കൽ വഴി, ട്രക്കോ ലോറിയോ വഴിയിട്ട് നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സോഴ്സിൽ നിന്ന് സൈറ്റിലേക്ക് എത്താനായിട്ട് 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. ഇനി സൈറ്റ് വരെ നമുക്ക് വണ്ടിയില്ല. സൈറ്റിൽ നിന്ന് ഒരു 60 മീറ്റർ സൈറ്റിൽ നിന്ന് ഒരു 60 മീറ്റർ മുമ്പ് വരെ നമുക്ക്
ട്രക്കോ ലോറിയോ എന്താണെന്ന് വെച്ചാൽ വരും. ബാക്കി 60 മീറ്റർ നമ്മൾ മാനുവൽ ലേബറായിട്ട് പോകണം. അപ്പോൾ നമുക്ക് ലോറിയിൽ കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ലോറിയിൽ നമുക്ക് കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഇതിപ്പോൾ എ, ഇത് ബി, ഇത് സി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ സോഴ്സ്, ബി എന്ന് പറഞ്ഞാൽ സൈറ്റ്, സി എന്ന് പറഞ്ഞാൽ ട്രക്ക് വരുന്ന വരെയുള്ള പോയിൻ്റാണ്. അപ്പോൾ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ലോറി അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 മൈനസ് 60 മീറ്ററാണ്. കിലോമീറ്റർ ആകുമ്പോൾ 0.6, അതായത് 11.94 കിലോമീറ്ററാണ് നമുക്ക് ലോറിയോ ട്രക്കോ വഴി നമുക്ക് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ള 60 മീറ്റർ നമുക്ക് മാനുവൽ ലേബേഴ്സ് വഴി ആ ഒരു മെറ്റീരിയൽ സൈറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൊത്തത്തിൽ നമുക്ക് 12 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ 12 കിലോമീറ്ററിൽ നമ്മൾ ആദ്യത്തെ 11.94 കിലോമീറ്ററാണ് നമ്മൾ ട്രക്ക് വഴി ക്യാരി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 11.94 കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏത് റേഞ്ചിലാണ് നമ്മൾ വാല്യൂ എടുക്കേണ്ടത്? നമുക്ക് തന്നേക്കുന്ന റേറ്റ് നോക്കിക്കേ. 5 കിലോമീറ്റർ വരെ ഇതാണ് റേറ്റ്. 5നും 10നും ഇടയ്ക്കാണെങ്കിൽ ഓരോ കിലോമീറ്ററിന് ഇതാണ് റേറ്റ്. 11നും 20നും ഇടയ്ക്കാണെങ്കിൽ ഓരോ കിലോമീറ്ററിന് ഇതാണ് റേറ്റ്. അപ്പം നമുക്കുള്ളത് 11.94. അപ്പോൾ ഈ ഒരു റേറ്റ് പ്ലസ് ഈ ഒരു റേറ്റ് പ്ലസ് ഈ ഒരു 11.4 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ്. ഈ ഒരു റേറ്റും കൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 5 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് 318.22 റുപ്പീസ് ആവും. ഓക്കെ, അടുത്ത 5 കിലോമീറ്റർ ഇപ്പം ടോട്ടൽ 11.94 ആണ് കവർ ചെയ്യാനുള്ളത്. അതിനകത്ത് ഓൾറെഡി ഒരു 5 നമ്മൾ കവർ ചെയ്തു, 318.22 റുപ്പീസായി. അടുത്ത ഒരു 5 കിലോമീറ്റർ, അതായത് 6th കിലോമീറ്റർ മുതൽ 10th കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്യാനായിട്ട് ഓരോ കിലോമീറ്ററിന് 23.15 ആണ്. പെർ കിലോമീറ്ററിൻ്റെ റേറ്റാണത്. ഓരോ കിലോമീറ്ററിനും 23.15. അപ്പോൾ 6 to 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 5 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 115.75. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം 11.94ൽ ആദ്യത്തെ ഒരു 5 കിലോമീറ്ററിൻ്റെ റേറ്റ് കിട്ടി, അടുത്ത ഒരു 5 കിലോമീറ്ററിൻ്റെ റേറ്റ് കിട്ടി. ബാക്കി ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 1.94 കിലോമീറ്ററാണ് ഇനി ഉള്ളത്. അപ്പോൾ അടുത്തത് 10th കിലോമീറ്റർ മുതൽ 11.94 കിലോമീറ്റർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് 1.94 കിലോമീറ്ററാണ്. ഓരോ കിലോമീറ്ററിനും 19 റുപ്പീസാണ് ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിവിടെ എത്തിയപ്പോൾ 10 കിലോമീറ്റേഴ്സ് കവറായി. മൊത്തത്തിൽ നമുക്ക് 11.94 കിലോമീറ്ററാണ് ട്രക്ക് അല്ലെങ്കിൽ ലോറി വഴി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 10 മുതൽ 11.94 വരെ ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ 1.94 കിട്ടും. ഇനി ഈ ഒരു റേഞ്ചിൻ്റെ റേറ്റ് വരുന്നത് 19 റുപ്പീസാണ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36.86 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ട്രക്ക് വഴി ആകുന്ന ചാർജ് കിട്ടി. മെക്കാനിക്കൽ പ്രോസസ്സ് വഴി അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ടേഷൻ വഴി നമുക്ക് 11.94 കിലോമീറ്റർ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എത്തിച്ചു. അതിനാകപ്പാട് ഇത്രയും രൂപയാണ് ആകുന്നത്. ഇനി അടുത്തത് ലേബർ ചാർജ്. മാനുവൽ ലേബർ ആദ്യത്തെ 50 മീറ്ററിന് 216.4 റുപ്പീസാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മാനുവൽ ലേബർ വഴി 60 മീറ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. 60 മീറ്റർ കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 50 മീറ്ററിന് ഇതാണ് റേറ്റ്. പിന്നീടുള്ള അഡീഷണൽ 50 മീറ്ററോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ഇറ്റ് 47.12 റുപ്പീസാണ് എക്സ്ട്രാ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 50 മീറ്ററിന് 216.4, അഡീഷണലായിട്ട് 50ന് താഴെയുള്ള എത്ര ഡിസ്റ്റൻസ് വന്നാലും 47.12 റുപ്പീസാണ് വരുന്നത്. അതിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് 50 മീറ്റർ മാനുവൽ ലേബർ ചാർജ് 216 ആണ്. ഇനി അപ് ടു 50 അടുത്ത 50 മീറ്റർ വരെ 47.12 ആണ്. അത് 50 ആയില്ലെങ്കിലും 47.12 റുപ്പീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ 50 മീറ്റർ ഇവിടെ പോയി. പിന്നത്തത് നമ്മൾ 51 മുതൽ 100 മീറ്റർ വരെ കവർ ചെയ്യാനായിട്ട് 47.12 റുപ്പീസാണ്. അതിൻ്റെ റേഞ്ചിൽ അതിൻ്റെ ഇടയ്ക്ക് എത്ര വന്നാലും 47.12 റുപ്പീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ
ലേബർ ചാർജ്, മാനുവൽ ലേബർ ചാർജ് ആദ്യത്തെ 50 മീറ്റർ ഹോൾഡ് ചെയ്യാനായിട്ട് 216, അടുത്ത 10 മീറ്ററിന് 47.12. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ ട്രിപ്പ് ഓഫ് 1000 നമ്പർ ഓഫ് ബ്രിക്ക്. അപ്പോൾ ഈ റേറ്റ് എല്ലാം നമ്മൾ 1000 ബ്രിക്കിൻ്റെ റേറ്റാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് 1000 ബ്രിക്കിന് ട്രാവൽ ചെയ്യാനുള്ള റേറ്റാണ് ഈ തന്നേക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പിൽ നമുക്ക് ഈ ഒരു 1000 ബ്രിക്കിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാവും? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ആദ്യത്തെ ട്രക്കിൻ്റെ 5 മീറ്റർ കവർ ചെയ്യാനുള്ള 5 കിലോമീറ്ററിൻ്റെ റേറ്റ്, അടുത്ത 5 കിലോമീറ്ററിൻ്റെ റേറ്റ്, അടുത്ത 1.94ൻ്റെ റേറ്റ്, അതെല്ലാം കൂടി ആഡ് ചെയ്യുക. പ്ലസ് മാനുവൽ ലേബറിൻ്റെ ആദ്യത്തെ 50 മീറ്റർ, അടുത്ത 50 മീറ്ററിൻ്റെ റേറ്റ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 734.0935 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1000 ബ്രിക്കിന് ട്രാവൽ ചെയ്യാൻ വേണ്ടി 1000 നമ്പർ ഓഫ് ബ്രിക്സിന് ഇത്രയും രൂപയാണ് ആകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബ്രിക്കിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ കോസ്റ്റ് ഓഫ് 1 ബ്രിക്ക്, ഇപ്പോൾ ടോട്ടൽ എമൗണ്ടിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ ഇത്രയും റുപ്പീസ് 0.73435 റുപ്പീസാണ് ഒരു ബ്രിക്കിനാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 1500 ബ്രിക്കിന് എത്ര രൂപ ആകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 1500 ബ്രിക്കിന് എത്ര രൂപ ആകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1500 ബ്രിക്കിന് എത്ര രൂപയാവും? അപ്പോൾ 1500 ബ്രിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രിക്കിൻ്റെ റേറ്റ് 0.7343 ഇൻറ്റു 1500 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 1101.525 റുപ്പീസ് എന്ന് കിട്ടും. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 1102 റുപ്പീസ് എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ക്യാരേജ് ഓഫ് 2500 kg of steel reinforcement to be brought from a source of 6 km away from the site. The vehicle access is only up to 75 meters away from the construction site. The mechanical transport of 1 ton of steel. അതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് 2500 kg ഓഫ് സ്റ്റീല് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ടോട്ടൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. 2500 kg ഓഫ് സ്റ്റീൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം. ഇനി നമ്മുടെ സൈറ്റ് അല്ലെങ്കിൽ സോഴ്സ് നമുക്ക് എ എന്ന് കൊടുക്കാം, സൈറ്റ് ബി എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ സൈറ്റ് മുതൽ സോഴ്സ് വരെയുള്ള ആ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 6 കിലോമീറ്റർ ആണ്. ഇനി ഇതിൽ തന്നെ സൈറ്റ് എത്തുന്നതിന്, അതായത് ബി എന്ന് പറയുന്ന പോയിൻ്റ് എത്തുന്നതിന് 75 മീറ്റർ മുമ്പ് വരെ വണ്ടി വരുള്ളൂ, ട്രക്ക് വരുള്ളൂ. അപ്പോൾ 6 കിലോമീറ്ററിൽ നിന്ന് ഇവിടെ 0.7 മീറ്റർ ഉണ്ട് സി എന്ന് പറയുന്ന പോയിൻ്റ് വരെ വണ്ടി വരുള്ളൂ. അപ്പോൾ സോഴ്സിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് അത് എത്രയായിരിക്കും? 6 മൈനസ് 0.75, അതായത് 5.25 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ വണ്ടി വരൂ. അവസാനത്തെ 0.75 കിലോമീറ്റർ നമ്മൾ മാനുവലി ഈ മെറ്റീരിയൽ ചുമന്ന് സൈറ്റിലേക്ക് എത്തിക്കേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ടേഷൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്, പെർ ടണ്ണാണ്, 1 ടണ്ണാണ്. ഇനി 1 ടണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 kg ആണ്. നമ്മളറിയണം 1 ടണ്ണെന്ന് പറഞ്ഞാൽ 1000 kg ആണ്. അപ്പോൾ 1 ടണ്ണ് മെക്കാനിക്കലി ട്രാൻസ്പോർട്ട്, അതായത് വെഹിക്കിൾ യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് റേറ്റുകൾ തന്നിട്ടുണ്ട്. 1 കിലോമീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ 69.9 റുപ്പീസ്, 2 കിലോമീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ 79.29 റുപ്പീസ്, 5 കിലോമീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ 106.07 റുപ്പീസ്. ഇനി ബിയോണ്ട് 5 കിലോമീറ്റർ അപ് ടു 10 കിലോമീറ്റർ, 5 ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യാനുള്ളതെങ്കിൽ ഓരോ അഡീഷണൽ കിലോമീറ്ററിനും 5 മുകളിലോട്ടുള്ള കിലോമീറ്ററിനും 7.72 റുപ്പീസാണ് പെർ കിലോമീറ്റർ. ഓക്കെ, ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് 1 ടൺ ഓഫ് സ്റ്റീൽ ബൈ മാനുവൽ ലേബർ. അപ്പോൾ നമ്മൾ പറഞ്ഞ 25 മീറ്റർ നമുക്ക് സൈറ്റിലേക്ക് മാനുവലി ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ റേറ്റാണ് ഇനി അടുത്ത. 1 ടണ്ണ് സ്റ്റീലിന് മാനുവൽ ലേബറിൻ്റെ ചാർജ് വരുന്നത് ആദ്യത്തെ 50 മീറ്റർ ഇതിനെ ചുമക്കാനായിട്ട്
144.2 റുപ്പീസും അടുത്ത 50 മീറ്ററോ 50 മീറ്ററിൻ്റെ അകത്തോ ഉള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് 21.16 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തെ പോലെ തന്നെ സെയിം പ്രോബ്ലമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യം എഴുതണം. സോഴ്സ് എ എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് നമ്മൾ സ്റ്റീൽ എടുത്ത് ബി എന്ന് പറയുന്ന സൈറ്റിൽ എത്തിക്കണം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാനുള്ളത് 6 കിലോമീറ്റർ ആണ്. പക്ഷേ സി എന്ന് പറയുന്ന പോയിന്റ് വരെ ട്രക്ക് ബസ്സൊക്കെ വരുള്ളൂ, ട്രാഫിക് അലൗഡ് ഉള്ളൂ. സി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഈ ഒരു സ്റ്റീല് മാനുവലി തലയിൽ ചുമന്ന് അപ്പുറത്തെത്തിക്കണം. അത് എത്രയാണ്? 75 മീറ്ററാണ്. ഇപ്പോൾ 75 മീറ്റർ എന്ന് പറയുമ്പോൾ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 0.075 കിലോമീറ്റർ. ബാക്കി എത്രയാണ്? 5.925 കിലോമീറ്ററാണ് നമുക്ക് ട്രക്ക് വഴി ട്രാവൽ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ 5.92 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുള്ളത്, എ മുതൽ സി വരെ ആ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ സി മുതൽ ബി വരെ മാനുവലി തലയിൽ ചുമന്ന് ട്രാവൽ ചെയ്യിക്കാനുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ടോട്ടൽ സ്റ്റീലിൻ്റെ വെയിറ്റ് 2500 kg ആണ്. ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത് 6 കിലോമീറ്റർ ആണ്. ഇനി കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ബൈ വെഹിക്കിൾ യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട റേറ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ വെഹിക്കിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത് 5.925 കിലോമീറ്റർ ആണ്. അതിൽ തന്നെ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് 106 റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് 106 ആണ്. ഇനി 5നും 10നും അടക്കമുള്ള ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് ഓരോ കിലോമീറ്ററിനും 7.2 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 കിലോമീറ്ററിന് നമ്മൾ ഓൾറെഡി 106 രൂപയായി. പിന്നെ ബാക്കി എത്രയുണ്ട്? 0.25 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റുന്നത്, അല്ലേ? ടോട്ടൽ എ മുതൽ സി വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് 5.925 ആണ്. അതിനകത്ത് 5 കിലോമീറ്റർ ഓൾറെഡി നമ്മൾ കവർ ചെയ്തു. ഇനി ബാക്കിയുള്ളത് 0.925 കിലോമീറ്ററാണ്. അപ്പോൾ അതിൽ ഓരോ കിലോമീറ്ററിനും 7.72 റുപ്പീസാണ്. ഇൻറ്റു ബാക്കിയുള്ള ഡിസ്റ്റൻസ് 0.925 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് 7.141 റുപ്പീസാണ് ആകുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് വെഹിക്കിൾ വഴി ഇതിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാവും? കോസ്റ്റ് ഓഫ് മെക്കാനിക്കൽ മീൻസ് വെഹിക്കിൾ വഴി നമുക്കിതിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് 106 പ്ലസ് 7.14 വിച്ച് ഈസ് ഈക്വൽ ടു അപ്പോൾ ടോട്ടൽ വെഹിക്കിൾ ചാർജ് എന്ന് വെച്ചാൽ ഇത് പ്ലസ് ഇതാണ്. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പെർ ടണ്ണാണ്, അല്ലേ? ഒരു ടണ്ണിൻ്റെ ചാർജാണിത്. ഇപ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനുള്ളത് 2500 kg ആണ്. അപ്പോൾ ഇതിനെ ടണ്ണാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 2.5 ടൺ. അപ്പോൾ ഒരു ടണ്ണിന് ഇതാണ് റേറ്റ്. അപ്പോൾ 2.5 ടണ്ണിന് എത്രയായിരിക്കും? ആ എമൗണ്ടിനോട് 2.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് അത് ആഡ് ചെയ്യുക, ഇൻറ്റു 2.5 ചെയ്യുക. അപ്പോൾ നമുക്ക് 283.027 റുപ്പീസ് എന്ന് കിട്ടും. ഇത് ഇത്രയാണ് മെക്കാനിക്കൽ ട്രാവൽ ചെയ്യാനുള്ള കോസ്റ്റ്, അതായത് ട്രക്ക് യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാനുള്ള കോസ്റ്റ്. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുവൽ ലേബർ. ഇപ്പോൾ മാനുവൽ ലേബർ ഒരു ടണ്ണ് ക്യാരി ചെയ്യാനുള്ള റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ മാനുവലി നമുക്കിതിന് 75 മീറ്റർ ക്യാരി ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തെ 50 മീറ്റർ ക്യാരി ചെയ്യാനായിട്ട് 144.2 റുപ്പീസും 144.2 റുപ്പീസാണ്. പക്ഷെ അത് ഒരു ടണ്ണിൻ്റെ റേറ്റാണ്. നമുക്ക് 2.5 ടണ്ണാണ് ക്യാരി ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 144.2 ഇൻറ്റു 2.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 360.5 എന്ന് കിട്ടും. ഇത് ആദ്യത്തെ 50 മീറ്റർ മാനുവലി തലയിൽ ചുമന്നുകൊണ്ട് പോകാൻ. ഇനി അഡീഷണൽ ആയിട്ടുള്ള 25 മീറ്റർ, അതായത് 75 നിന്ന് 50 മീറ്റർ നമ്മളിപ്പോൾ കവർ ചെയ്തു. ബാക്കി ഒരു 25 മീറ്റർ കൂടി ഇനി മാനുവലി കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള 25 മീറ്ററിന് എക്സ്ട്രാ വരുന്നത് 21.16 റുപ്പീസാണ്. അതും ഒരു ടണ്ണിനാണ്. നമുക്ക് 2.5 ടണ്ണിൻ്റെ റേറ്റാണ് വേണ്ടത്. അപ്പോൾ ഇൻറ്റു 2.5 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 52.9 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര രൂപയാവും? വണ്ടിയിൽ കൊണ്ടുവരാനായിട്ട് 283 റുപ്പീസായി. ആദ്യത്തെ 50 മീറ്റർ തലയിൽ കൊണ്ടുവരാനായിട്ട് മാനുവൽ ലേബറിൽ കൊണ്ടുവരാനായിട്ട് 360.5 റുപ്പീസായി. അവസാനത്തെ 25 മീറ്റർ നമുക്ക് ലേബർ ചാർജ് 52.5 റുപ്പീസായി. അങ്ങനെ ഓവറോൾ ടോട്ടൽ ക്യാരേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ 696.427 റുപ്പീസാവും. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട്
വരുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം കൂടി നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് 1500 ക്യൂമിക്സ് എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ് തന്നെയാണ്, ക്യൂമിക്സ് ഓഫ് സ്റ്റോൺ ബലാസ്റ്റ് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 20 കിലോമീറ്റർ ബൈ ട്രക്ക്. ട്രക്ക് ക്യാൻ ക്യാരി 3 ക്യൂമിക്സ് പെർ ട്രിപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ പ്രോബ്ലമാണ്. നമുക്ക് ക്യാരി ചെയ്യാനുള്ളത് 1500 ക്യൂമിക്സ് സ്റ്റോണാണ്, 1500 ക്യൂമിക്സ് സ്റ്റോണാണ് ക്യാരി ചെയ്യാനുള്ളത്. നമുക്ക് കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആണ്. ട്രക്ക് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ട്രക്കിൽ ഒരു ട്രിപ്പിൽ 3 m³ മെറ്റീരിയൽസ് കവർ ചെയ്യാൻ പറ്റും. ദ കിലോമീറ്റർ റേറ്റ് ഓഫ് ക്യാരേജ് ഇൻക്ലൂസീവ് ഓഫ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ CPWDയുടെ ക്യാരേജിനുള്ള ഡിഫറെൻറ്റ് റേറ്റ്സ് തന്നിട്ടുണ്ട്. ഈ റേറ്റിൻ്റെ അകത്ത് ലോഡിംഗ് ചാർജും അൺലോഡിംഗ് ചാർജൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആദ്യത്തെ കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് ₹5.5 പെർ ക്യൂമിക്സ് പെർ കിലോമീറ്റർ. സെക്കൻഡ് തേർഡ് കിലോമീറ്ററും ട്രാവൽ ചെയ്യാനായിട്ട് ₹1 പെർ ക്യൂമിക്സ് പെർ കിലോമീറ്റർ. ഫോർത്ത് ഫിഫ്ത്ത് കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് ₹0.8 പെർ ക്യൂമിക്സ് പെർ കിലോമീറ്റർ. സിക്സ്ത്ത് മുതൽ 10th കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്യാനായിട്ട് ₹0.6. 11th to 20th കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് ₹0.4 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ എഴുതേണ്ടത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എത്രയാണ്. ഫസ്റ്റ് എഴുതേണ്ടത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ 1500 ക്യൂമിക്സ്. ടോട്ടൽ ഡിസ്റ്റൻസ് ടു ബി ട്രാവൽഡ് 20 കിലോമീറ്റേഴ്സ്. ക്വാണ്ടിറ്റീസ് പെർ ട്രിപ്പ് 3 ക്യൂമിക്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ട്രിപ്പ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഒരു ട്രിപ്പിലെ ക്വാണ്ടിറ്റി, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 500 നമ്പേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ 500 ട്രിപ്പാണ് അടിക്കേണ്ടത്. ഓക്കെ, ഇനി കോസ്റ്റ് പെർ ട്രിപ്പ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പെർ ട്രിപ്പ്, അപ്പോൾ കോസ്റ്റ് പെർ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പിന് 3 ക്യൂമിക്സ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന റേറ്റൊക്കെ 1 ക്യൂമിക്സിൻ്റെ റേറ്റാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകാം. ടോട്ടൽ 20 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തെ കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് ഒരു m³ 5 രൂപയാണ്. അപ്പോൾ ഒരു m³ 5 രൂപ. ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ 3 ക്യൂമിക്സ് ഉണ്ട്. അപ്പോൾ × 3 × 1 എന്തിനാണ്, 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ. ഫസ്റ്റ് കിലോമീറ്ററിന് മാത്രം ചാർജാണ്, അത് ₹16.5 കിട്ടും. ഇനി അടുത്തത് സെക്കൻഡ് ആൻഡ് തേർഡ് കിലോമീറ്റർ. ഇപ്പോൾ സെക്കൻഡും തേർഡ് എന്ന് പറയുമ്പോൾ 2 കിലോമീറ്റേഴ്സ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അതിന് ₹1 ആണ്. ഒരു ക്യൂമിക്സിന് ₹1 3 ക്യൂമിക്സിന് × 3 ചെയ്യുക. അപ്പോൾ ടോട്ടൽ ₹6 എന്ന് കിട്ടും. ഇനി അടുത്തത് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ. ഇപ്പോൾ ഫോർത്തും ഫിഫ്ത്തും എന്ന് പറയുമ്പോൾ 2 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. അതിന് ₹0.8 ആണ് വരുന്നത്. അത് പെർ ക്യൂമിക്സ് ആണ്. 3 ക്യൂമിക്സിന് × 3 ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 4.8 എന്ന് കിട്ടും. അടുത്തത് 6th to 10th കിലോമീറ്റർ. അപ്പോൾ 6, 7, 8, 9, 10 5 കിലോമീറ്ററാണ് ആ റേഞ്ചിൽ വരുന്നത്. 6 to 10 കിലോമീറ്റർ 0.6 ആണ് റേറ്റ് വരുന്നത്. ഒരു m³ 0.6 ആണ്. അപ്പോൾ 3 m³ × 3 ചെയ്യുക. ഇനി 6 മുതൽ 10 വരെ എത്താനായിട്ട് 5 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ × 5 സോൾവ് ചെയ്യുമ്പോൾ ₹9 എന്ന് കിട്ടും. ഇനി അടുത്തത് 11th to 20th കിലോമീറ്റർ, അതായത് അവസാനത്തെ 10 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് 0.4 ആണ് റുപ്പീസ്. അപ്പോൾ ₹0.4 ഒരു ക്യൂമിക്സിന് × 3 3 ക്യൂമിക്സിന്. ഇനി 10 മുതൽ 20 വരെ 10 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ × 10 സോൾവ് ചെയ്യുമ്പോൾ ₹12 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പിന്, അതായത് 3 m³ ക്യാരി ചെയ്യുന്ന ഒരു ട്രിപ്പിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അത് എത്ര കിട്ടും? 48.3 എന്ന് കിട്ടും. ഇനി നമുക്ക് എത്ര ട്രിപ്പുണ്ട്? 500 ട്രിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഒരു ട്രിപ്പിൻ്റെ എമൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 500. സോൾവ് ചെയ്യുമ്പോൾ ₹24,150 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ മിക്കവാറും യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതേപോലത്തെ സെയിം പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ഉള്ള എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലത്തെ ഒരു ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.